ഡേ 23. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കീറ്റോനെ പറ്റിയുള്ള ഡിസഡ്വാൻറ്റേജസ് ആൻഡ് അത് ചെയ്യുമ്പോഴുള്ള റിസ്കിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ഷോ ദാറ്റ് നെവൻസ് യു വാച്ചിങ് BBCM ബാംഗ്ലൂർ 1 കൺഫ്യൂസ്ഡ് മല്ലു. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് കീറ്റോ ഫ്ലൂവിനെ പറ്റിയാണ്. പർട്ടിക്കുലർലി ആ ഒരു ടോപ്പിക്ക് വളരെ ഒരു വാസ്റ്റ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കവർ ചെയ്ത് തീർക്കാൻ പറ്റില്ല. സോ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നമുക്ക് അപ്കമ്മിങ് വീഡിയോസിൽ അറിയാം എന്താണെന്നുള്ളത്. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് കീറ്റോ ഫ്ലൂ എന്ന് പറഞ്ഞ് ഞാൻ മെൻഷൻ ചെയ്തത്. സോ ആ ഫസ്റ്റ് പോയിന്റ് ഇസ് കീറ്റോ ഫ്ലൂ. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് മേ പുട്ട് യുവർ കിഡ്നി ഇൻ സ്ട്രെസ്. ഈ സംഭവം ചുരുക്കത്തിൽ പറയണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഈ ആനിമൽ ഫാറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ കിഡ്നിയിലുള്ള യൂറിനെ അസിഡിക് യൂറിനായിട്ട് ഇത് ട്രാൻസ്ഫോം ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിഡ്നി സ്റ്റോണും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ നിങ്ങൾക്ക് കിഡ്നി കണ്ടീഷനും കാര്യങ്ങളും വല്ലതും ഉള്ള ഒരാളാണെങ്കിൽ ഈ അസിഡിക് യൂറിൻ കണ്ടീഷൻ നമുക്ക് കുറേ നാൾ അങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ പിന്നൊരു നാളത്തേക്ക് നമുക്ക് അതൊരു മുട്ടം പണിയായിട്ട് നമുക്ക് തന്നെ അത് തിരിച്ചു കിട്ടും. അടുത്തതായിട്ട് പറയാനുള്ളത് ഡൈജസ്റ്റീവ് ഇഷ്യൂസും ചേഞ്ച് ഇൻ ഗട്ട് ബാക്ടീരിയയാണ്. സോ നമ്മൾ ടോട്ടലി കാർബോഹൈഡ്രേറ്റ്സ് കട്ട് ചെയ്യണതുകൊണ്ട് തന്നെ കീറ്റോ മെയിൻറ്റെയിൻ ചെയ്യണ കാരണം നമുക്ക് ഫൈബറിൽ കുറവ് നല്ലോണം വരും. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ട്രിഗർ ആകും. ആൻഡ് ഫൈബറിൽ കുറവ് വന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫൈബർ റിലേറ്റഡ് വീഡിയോയിൽ അത് ഗട്ട് ബാക്ടീരിയക്ക് സോളിബിളും ഇൻസോളിബിളും ആയിട്ടുള്ള ഫൈബർ വേണമെന്ന്. അപ്പോൾ അത് കിട്ടാത്തത് കൊണ്ട് തന്നെ ഗട്ട് ബാക്ടീരിയ നമുക്ക് കുറേ നഷ്ടപ്പെടും. ആൻഡ് ആ ഒരു ചേഞ്ച് വന്നതുകൊണ്ട് തന്നെ ഗട്ട് ബാക്ടീരിയസിൽ കുറേ ചേഞ്ചസ് ഉണ്ടാകും. ആൻഡ് ഈ ഒരു ഫൈബറിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഈ ബട്ടൺ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോൻ്റെ കയറി ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. ഫോർത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് മേ ലീഡ് ടു ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. നമ്മൾ കീറ്റോ കുറേ നാളത്തേക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് മിനറൽസ് വളരെ കുറവ് വരും. ലൈക്ക് പൊട്ടാഷ്യം, മഗ്നീഷ്യം പോലത്തെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത് ലോങ് ടേം നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആയിട്ട് മാറും. അതുകൊണ്ടാണ് പറയുന്നത് കീറ്റോ ഒരു ലോങ് ടേം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് ഹാബിറ്റ് അല്ലെന്ന്. പിന്നെ ഉള്ളതാണെങ്കിൽ ഒരു ഡേഞ്ചറസ്ലി ലോ ബ്ലഡ് ഷുഗർ ആകാനുള്ളൊരു ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഡയബറ്റീസ് ഇപ്പോൾ 2 ടൈപ്പിലുണ്ട്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ടൈപ്പ് 2നെ പറ്റി ഞാൻ പ്രീവിയസ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ ടൈപ്പ് 1 ഉള്ളവർക്ക് പെട്ടെന്നുള്ള കാർബോഹൈഡ്രേറ്റ്സ് കുറയണ കൊണ്ട് തന്നെ അവരുടെ ബ്ലഡിൽ ഹൈപ്പോഗ്ലൈസിമിക് ആയിട്ട് അവർക്ക് കുറേ പ്രോബ്ലംസും കാര്യങ്ങളും വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. പിന്നെ ആറാമതായിട്ട് പറയാനുള്ളത് ബോൺ ഡെൻസിറ്റി കുറയും എന്നുള്ളതാണ്. അത് ഞാൻ റെഗുലറായിട്ട് ഇപ്പോൾ ഷോർട്ട് ടേമിന് കീറ്റോ ചെയ്യണവർക്ക് വേണ്ടിയല്ല ഇത് പറയണത്. കൂടുതൽ നാൾ കീറ്റോ ഫോളോ ചെയ്യണവരുടെ ബോൺ ഡെൻസിറ്റിയിൽ നല്ല കുറവ് വന്നതായിട്ട് ക്ലിനിക്കലി പ്രൂവൻ ആണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ താഴത്തെ വീഴോ അല്ലെങ്കിൽ ഇടിക്കുകയോ വല്ലതും ചെയ്താൽ പെട്ടെന്ന് ഒരു ഫ്രാക്ചർ ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് മെൻഷൻ ചെയ്ത പോലെ കീറ്റോ ഫ്ലൂ അതിനെപ്പറ്റി നമ്മുടെ അപ്കമ്മിങ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഇരുന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സർപ്രൈസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ അത് ചെയ്യാൻ മടിക്കണ്ട. ആസ് ഐ ഓൾവേസ് സേ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീ യു സൂൺ. ബൈ ബൈ.